ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൂട്ടുപുഴ പേരട്ടയിലാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ വളരെ ഭീതിയിലാണ്. കാട്ടാനശല്യം രൂക്ഷമായിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ. നമുക്ക് ആദ്യം ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. കഴിഞ്ഞ 4 ദിവസമായി കൂട്ടുപുഴ പേരട്ട ഭാഗങ്ങളിൽ കാട്ടാന ഭീതിയിലാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഈ സ്ഥലം സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നത് കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല സാറാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും വാർഡ് മെമ്പറൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീതിയിൽ അടുത്തുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാട്ടാനശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഈ സ്ഥലം സന്ദർശിച്ച സ്ഥിതിക്ക് എന്താണ് പറയാനുള്ളത്? ജനങ്ങൾ വളരെയധികം ഭീതിയിലാണ്. അതുകൂടാണ്ട് തന്നെ കുട്ടികൾക്കാണേലും വീട്ടിലുള്ളവർക്ക് സമാധാനപരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. അതാണ്. മറ്റൊന്ന്, കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ആന ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആന ചിലപ്പോൾ വന്നിട്ട് പിന്നെ ആന പോകുന്നുണ്ടായിരിക്കും. എന്നാലും അവർക്ക് അതിൻ്റെ ഭയം മാറുന്നില്ല. ഇവിടെ ശാശ്വതമായിട്ടൊരു പരിഹാരം ഇതിനകത്തുണ്ടാകണം. വർഷങ്ങളായിട്ട് ഇവിടെ ഇതിനു മുമ്പും പല പ്രാവശ്യം ഈ ഭാഗത്ത് ആന കയറിയിട്ടുണ്ട്. പക്ഷേ അന്നെല്ലാം ആന കയറി വനപാലകർ ഇവിടെ വന്നു നോക്കി, അതിൻ്റെ ഗവൺമെൻറ് ഉത്തരവാദപ്പെട്ട ആൾക്കാർ വന്നു എല്ലാം നോക്കിപ്പോവും. ഇവിടെ ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. ആ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഫെൻസിങ് വേലി ഇവിടെ നടത്തിയിട്ടുണ്ട്. ആ വേലിയിലെല്ലാം കാട് കയറും. കാട് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസ് ഒന്നും നടത്താത്തതുകൊണ്ട് ആ വേലി കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ കറണ്ട് പാസിങ് ഒന്നും ഉണ്ടാകില്ല. ആനയ്ക്ക് യഥേഷ്ടം വന്ന് കയറാം. ഇപ്പോൾ ഇതാ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിൽ വളരെ സുഖമായിട്ട് ആനയ്ക്ക് ഈ പുഴയിൻ്റെ കൂടി ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം വാഴയാണ്. നല്ല മണ്ണാണിത്. ഇവിടെ വാഴയൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ആനയ്ക്ക് ഭക്ഷിക്കാനുള്ള ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങൾ ഇവിടെ കിട്ടുന്നു. പക്ഷേ കർഷകൻ്റെ ഉൽപ്പന്നം അതോടൊപ്പം തന്നെ ഇവിടെ വരും തെങ്ങും മറ്റ് എല്ലാ ഉൽപ്പന്നങ്ങളും ആന നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശാശ്വതമായ പരിഹാരം കാണുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഗവൺമെൻറ് സത്വര നടപടികൾ സ്വീകരിക്കണം. വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം അടിയന്തരമായി എല്ലാ ജനങ്ങളുടെ സഹകരണത്തോടും ഫോറസ്റ്റുകാരെല്ലാം സഹകരണത്തോടും ചെയ്യുകയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം, ഈ വന അതിർത്തി പങ്കിടുന്നതും ഫെൻസിങ് പോകുന്ന പ്രദേശവും തീർത്തും ഒരൊറ്റപ്പെട്ട പ്രദേശങ്ങളാണ്. അവിടെ ഈ സംരക്ഷിക്കാനുള്ളൊരു സാധ്യത ഇന്നിപ്പോൾ നമ്മളിത് ചെയ്താൽ പോലും ഈ കാലാവസ്ഥയ്ക്ക് മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് ഒരു 5 ദിവസം 6 ദിവസം കൊണ്ട് വീണ്ടും വള്ളി കയറും. പക്ഷേ ഞങ്ങൾ വളരെ ശാസ്ത്രീയമായി ഒരു 4 മീറ്റർ 5 മീറ്ററൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് കരിങ്കൽ ഭിത്തി സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു അവലോകനം. കാരണം ആന കയറുകയില്ല, അതോടൊപ്പം തന്നെ ഇവിടുത്തെ കർഷകൻ്റെ ഭൂമി ഇടിഞ്ഞ് പുഴയിലേക്ക് പോവുകയില്ല. അതാണ് നമ്മൾ ഫോറസ്റ്റിൻ്റെ അദാലത്തിൽ വാർഡ് മെമ്പർ നില ഞാൻ ആ നിർദ്ദേശം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് നല്ല നിർദ്ദേശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ പോയിൻറ്റിലും വേണ്ട, ഒരു 3-4 പോയിൻറ്റ് അവിടെ ഒരു ശാസ്ത്രീയമായി കരിങ്കൽ ഭിത്തി ഇട്ട് കഴിഞ്ഞാൽ ആന ഇങ്ങോട്ട് കയറുകയില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ഇവിടെ 60 കൊല്ലം മുമ്പ് കുടിയേറിയ ആൾക്കാരാണെങ്കിലും ഇപ്പം ഇവരുടെ ജീവന് ഭീഷണിയുള്ള രീതിയിലേക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പോവുകയാണ്. ഒരാൾക്കും രാവിലെ ടാപ്പിങ്ങിന് പോകാൻ പറ്റുന്നില്ല, അതുപോലെ ആരാധനത്തിൽ പോകാൻ പറ്റുന്നില്ല. അതുപോലെ കർഷകൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കാട് വയക്കാൻ വേണ്ടി പല കർഷകരോടും പറഞ്ഞപ്പോൾ അവർ വേദനാജനകമായ ഒരു കാര്യം പറഞ്ഞത്, ഇത് വയക്കണമെങ്കിൽ 1000 രൂപ വേണം, ഈ പറമ്പിൽ നിന്ന് 1 രൂപയുടെ വരുമാനം ഞാൻ കിട്ടുന്നില്ല. അപ്പം അത് കർഷകരെയൊക്കെ സംബന്ധിച്ച് കർഷകനൊക്കെ ഈ ഭൂമി
ഈ വന്യജീവി ശല്യം കാരണം ഈ ഭൂമിയൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഏറ്റവും നല്ല ഭൂമിയാണ്. പക്ഷേ ഇത് വിലക്കെടുക്കാൻ ആളില്ല, ഒന്ന്. രണ്ട്, കൃഷി വെറുതെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എടുക്കാൻ. അപ്പോൾ കർഷകർ ഈ മലയോര പ്രദേശത്ത് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ ശാശ്വതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ കാർഷിക വിളകൾ നഷ്ടപ്പെട്ടതിൻ്റെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇവർക്ക് ചെറിയ രീതിയിലുള്ള ആനുകൂല്യം കിട്ടുകയുള്ളൂ. ഇപ്പം ആന വന്യജീവി കളഞ്ഞു, പക്ഷേ അത് കിട്ടും ചെറിയ രീതിയിൽ. പക്ഷേ അതിനൊക്കെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് ഇവർക്കൊരു സഹായം എത്തിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എന്തായാലും ജനങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരും സഹകരിച്ച് ഒറ്റക്കെട്ടായിട്ട് എല്ലാ ആളുകളുടെയും പിന്തുണയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യുകയാണ്. പക്ഷേ നമുക്കിതൊരു പരിഹാരം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇത് ശാശ്വത പരിഹാരം എന്ന് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. എന്തായാലും വന്യജീവി ജനങ്ങളെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത. കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ഇവിടുത്തെ ഒരു 4 ദിവസമായി നമ്മുടെ ചെറുപ്പക്കാർ ഒരു കൂട്ടം ഉറക്കം വിളിച്ച് അവർ കാത്തിരിക്കുകയാണ്. ഗ്രൂപ്പിൻ്റെ പേര് ഈ നാടെന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പിള്ളേർ, അതിൻ്റെ അകത്താണ് വൈജു ഉൾപ്പെടെ ഉള്ളത്. അവർ 4 ദിവസം, ഇന്നലെ 3:15 ആന ഇവിടുന്ന് റിട്ടേൺ പോയത്. അതുവരെ ആനനെ ഇങ്ങോട്ട് കടത്താതെ ജനം ജാഗ്രത നിൽക്കുക. അങ്ങനെയൊക്കെ ഒരു ജാഗ്രത ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ അപകടം ഒഴിവായി നിൽക്കുന്നതെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. വാർഡ് മെമ്പർ വളരെ വിശദമായി അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ ഇപ്പോൾ 4 ദിവസമായിട്ട് തുടർച്ചയായിട്ട് 1-2 പോയിന്റിൽ കൂടി ആണ് ആന കയറിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ ഗൗരവതരമായൊരു കാര്യം കൂടിയാണ്. അത് നമുക്ക് എങ്ങനെ ഇവിടെ നോക്കി പറഞ്ഞു വലിയ ഗൗരവതരമായ കാര്യം തന്നെയാണ്. ഇത് വന്ന് 2.5 കിലോമീറ്റർ അപ്പുറമുള്ള നമ്മുടെ കല്ലന്തോട് പള്ളിയുടെ മേലഭാഗത്ത് വരെ ആന എത്തിയൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതിവിടെ മാത്രമല്ല, പിന്നെ നമ്മുടെ കല്ലന്തോട് പ്രദേശത്ത് നല്ല രീതിയിൽ കൃഷി, പിന്നെ കവുങ്ങായാലും വാഴയായാലും തെങ്ങ് ഒക്കെ ചെറിയ ചെറിയ തൈയായിട്ട് നല്ല കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് കയറി അതിഭീകരമായ രീതിയിൽ നശിപ്പിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, കൂട്ടായിട്ടുള്ള വീടുകൾ, ചുറ്റും കൂട്ടായിട്ടുള്ള വീടുകളുമുള്ള സ്ഥലമാണ്. ഒരാൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത, ഇപ്പോൾ ടാപ്പിംഗ് ഒക്കെ തുടങ്ങാൻ വേണ്ടി എല്ലാവരും പ്ലാസ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നാടിനോട് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി എനിക്ക് സാധിക്കും, ഈ 4 ദിവസമായിട്ട് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആളുകൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അവർ ഊണും ഉറക്കവും ഒഴിഞ്ഞിട്ടൊരു പട്ടാളക്കാർ കാവലിരിക്കും പോലെ ഇന്നലെ 3:30 മണി വരെ അവർ കാവലിരുന്നത്. കാരണം ഇന്നലെ ആന കയറി ഈ ബൗണ്ടറി കടക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല. പടക്കം പൊട്ടിച്ചിട്ടും പിന്നെ പെട്രോൾ കത്തിച്ചിട്ട് എറിഞ്ഞിട്ടും ഒക്കെ ആകിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനിപ്പോൾ അതുമാത്രം നാട്ടുകാരുടെ നല്ല സഹകരണത്തോടു കൂടി ഞാനും നമ്മുടെ ബിജു മെമ്പറും അടക്കമുള്ള ആളുകൾ ഇതിന് ഇറങ്ങിത്തിരിഞ്ഞപ്പോൾ പിന്നെ സാമ്പത്തികമായിട്ടും മറ്റ് വൈക്കമിഷനും എല്ലാം കൊണ്ടുവന്ന് വളരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഇത്രത്തോളം ചെയ്തു വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഫെൻസിങ് വർക്ക് ഫോറസ്റ്റുകാരുടെ നല്ല സഹകരണം ഉണ്ടായത്. റേഞ്ച് ഓഫീസറൊക്കെ വന്ന് എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക ഞങ്ങൾ ചെയ്യും, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്നുള്ള രീതിക്കാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സഹകരണത്തോടു കൂടിയിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. പിന്നെ ഈ നാട് നമ്മുടെയും എന്നുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഇത്. പിന്നെ പെട്ടെന്ന് ഒരു ഫോട്ടോ കിട്ടിയപ്പം അത് വ്യാപകമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുള്ളത്. നല്ല ഇടപെടൽ. അതിന് പേരെടുത്ത് തന്നെ പറയേണ്ട 1-2 ആളുകൾ, നിസാർ, സജാദ്, അതുപോലെ നമ്മുടെ ജയൻ, ഈ ആനയെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. പ്രകാശ് ചേട്ടനൊക്കെ, അവരൊക്കെയാണ് ഇതിനകത്ത് നന്നായിട്ട് ഇടപെട്ടിട്ടുള്ളത്. അവരെല്ലാം ഈ നിമിഷത്തിൽ നമ്മുടെ നാടിന് വേണ്ടി അവരെ അഭിനന്ദിക്കാനും കൂടി ഞാൻ ഉപയോഗിക്കുകയാണ്. ഗവൺമെൻറ് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും നമ്മുടെ മെമ്പർ പറഞ്ഞ പോലെ ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ കരിങ്കൽ ഭിത്തി പോലെയോ അല്ലെങ്കിൽ എന്താണോ അതിന് ചെയ്യാൻ വേണ്ടി സാധിക്കുക അത് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി വെക്കുകയാണ് ഈ നാടിന്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി കണ്ണൂർ കൂട്ടുപുഴ പേരട്ട ഭാഗങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഫെൻസിംഗ് വേലികൾ തകർത്ത് കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങളിലെത്തി, കൃഷിയിടങ്ങളിൽ നിന്ന് വീടുകളിൽ വരെ എത്തുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ ജനങ്ങളൊക്കെ ആകെ ഭീതിയിലാണുള്ളത്. ഇത് കാണുന്ന അധികൃതർ ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഡോളമി മുണ്ടാനിനോടൊപ്പം ശ്രീവേഷ്കർ, ട്രൂ മീഡിയ. ട്രൂ മീഡിയ ന്യൂസ് ചാനലിലേക്ക് വാർത്തകൾ അറിയിക്കാൻ വിളിക്കുക 9447691771 7593 978255 8072751916. ട്രൂ മീഡിയ എന്നും നിങ്ങളോടൊപ്പം.